തീവ്ര സംഗമമാണോ പന്തളത്ത് കണ്ടത് എന്നാണ് ചോദ്യം. ഈ സംഗമം കാണുമ്പോൾ നമ്മുടെ ചരിത്രത്തിലുള്ള ഒന്ന് രണ്ട് സംഗമങ്ങൾ ഓർമ്മിക്കാതെ പോകാൻ കഴിയില്ല. അതിലൊന്ന്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1949 ഡിസംബർ മാസം 11 രാംലീല മൈതാനിയിൽ സർക്കാർ പത്രി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ സംഗമമാണ്. സ്ത്രീകൾ അടക്കമുള്ളവരാണ്. ഇന്നത്തെ അണ്ണാമലയെ പോലെയുള്ള ഒരു കക്ഷിയായിരുന്നു, ഇന്ന് വന്ന ശാന്താനന്ദ സ്വാമികളെ പോലെയുള്ള ഒരു കക്ഷിയായിരുന്നു ഈ കർപ്പാത്രി മഹാരാജ്. എന്തിനായിരുന്നു അവർ സംഘടിപ്പിച്ചതെന്നറിയാമോ? അന്ന് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ B.R. അംബേദ്കറും അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു അത്. അന്നത്തെ സനാതനികൾ നടത്തിയ വലിയ പ്രതിഷേധം, സ്ത്രീകളടക്കമുള്ളവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേർന്നത്. ഓൾ ഇന്ത്യ ആൻറ്റി ഹിന്ദു കോഡ് ബിൽ മൂവ്മെൻറ്റ് എന്ന പേരിലൊരു വലിയ മൂവ്മെൻറ്റ് അവർ തുടങ്ങിയിരുന്നു. ഏകദേശം നമ്മുടെ ശബരിമല കർമ്മസമിതിയുടെ സ്വഭാവത്തിൽ വരും. സ്ത്രീകൾ റെഡി ടു വെയിറ്റ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഈ പരിഷ്കരണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് സംബന്ധമാകാം, ഞങ്ങൾക്ക് ബഹുഭർത്തൃത്വത്തിലൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഹിന്ദു സമുദായത്തിലെ എല്ലാവിധമായ പ്രശ്നങ്ങളും അത് ഞങ്ങൾ സഹിച്ചുകൊള്ളാം എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. അന്നതിന് നേതൃത്വം കൊടുത്ത ഈ കർപ്പാത്രി മഹാരാജ് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്: ഈ തൊട്ടുകൂടാത്തവന് ബ്രാഹ്മണൻ്റെ ഈ വിഷയത്തിൽ തൊടാൻ എന്തവകാശം എന്നാണ് ചോദിച്ചത്. ലക്ഷ്യം വെച്ചത് ആരെയാണ്? അന്നത്തെ നിയമമന്ത്രിയായിരുന്ന സാക്ഷാൽ B.R. അംബേദ്കറിനെ. ഇന്ന് പന്തളത്ത് മുഴങ്ങിക്കേട്ടതും അങ്ങനെയുള്ള കാര്യമല്ലേ? നിരീശ്വരവാദിയായ ഒരു മനുഷ്യന്, ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ സംഗമം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1949 കർപ്പാത്രി മഹാരാജിനെ നമുക്ക് തിരുത്താൻ പറ്റി. അന്ന് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെയും പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റി. ഹിന്ദു കോഡ് ബില്ല് നെഹ്റുവിൻ്റെ കാലത്ത്, പിന്നീട് അംബേദ്കർ പോയതിനു ശേഷം നടപ്പാക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും 1949 രാംലീല മൈതാനത്ത് തിങ്ങിക്കൂടിയ അതേ യാഥാസ്ഥിതികരായ മനുഷ്യരുടെ മനസ്സുമായിട്ടാണ് ഇന്ന് പന്തളത്ത് കുറേയധികം മനുഷ്യർ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് ഈ സംഗമവും അന്ന് 1949 സംഗമവും തമ്മിൽ ഏകദേശം സ്വഭാവത്തിൽ സമാനതകളുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണുന്നത് അതിനു തൊട്ടു മുമ്പാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇണ്ടന്തുരുത്തി മനയിൽ പോയി ഇരിക്കുന്ന ഒരാൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടം ഗാന്ധിയുമായിട്ടാണ് സംസാരിക്കുന്നത്. അന്ന് ഗാന്ധി വഴി നടക്കാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ പറയുന്നത് സനാതനികൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ആ ആശയവുമായിട്ട് മുന്നോട്ട് പോയി വലിയ പ്രക്ഷോഭമാണ് നമ്മൾ കണ്ടത്. 600 ദിവസത്തിലധികമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നതെന്ന് ഓർമ്മിക്കണം. 1924-25 കാലം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു കാര്യമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് 1930-കളിൽ ആ വഴികളിലൂടെ വലിയൊരു സനാതനികളുടെ യാഥാസ്ഥിതികവാദികളായ ഒരു വിഭാഗം ആളുകൾ ഇന്ന് സംഘടിച്ചെത്തിയവരുടെ അതേ സ്വഭാവത്തിൽ വന്നു. അവരെന്തിനാ വന്നതെന്നറിയാമോ? അവർ വന്നത് P. കൃഷ്ണപിള്ളയുടെ തലയടിച്ചു പൊട്ടിക്കാനാണ്. കാരണം അവിടെ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണെങ്കിലും വൈക്കം സത്യാഗ്രഹത്തിലാണെങ്കിലും നമ്മുടെ ഹിന്ദു കോഡ് ബില്ലിനെതിരായ മൂവ്മെൻറ്റിലാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അതേ സ്വഭാവമുള്ളവരാണ് ഈ പറയുന്ന ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ആ സമരങ്ങളിൽ പങ്കെടുത്തതിലെ ഒരു വിഭാഗമാണ് ഇന്നും പന്തളത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ സമാന സ്വഭാവമുണ്ട് ഇവർക്കെല്ലാം എന്നുള്ളതാണ് എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ഘടകം. 2025 നിൽക്കുമ്പോഴും അവിടെ എത്തി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ്. പക്ഷെ അവിടെ എത്തിയവരെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രായമേറിയ മനുഷ്യരാണ് അധികവും നിൽക്കുന്നത്. ജെൻസി തലമുറയിൽപ്പെട്ടവരൊന്നും അധികം അവിടെ കാണുന്നില്ല. യുവതലമുറയിൽപ്പെട്ടവർ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്നാലും ഒരു വലിയ ജനക്കൂട്ടത്തെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ ശക്തി കേന്ദ്രമായ പന്തളത്ത് 5000 പേരെ 6000 പേരെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടം ആ തീവ്ര സംഗമത്തിൻ്റെ വിജയമായി കണക്കാക്കാനാവില്ല. എന്നാൽ അവിടെ നടത്തിയ പ്രസംഗമോ അതേതെങ്കിലും തരത്തിൽ അയ്യപ്പ ഭക്തർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണോ? അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പ്രസംഗത്തിന് മുമ്പ് ശബരിമലയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തിലെ 13ഉം 14ഉം ശ്ലോകങ്ങളിലെ ഒരു ഭാഗമുണ്ടല്ലോ: സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും അഹങ്കാരരഹിതനും സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കുന്നവനും ക്ഷമയുള്ളവനും സന്തുഷ്ടനും യോഗനിഷ്ഠയും ആത്മസംയമനവും ദൃഢനിശ്ചയവും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ ആരോ അവനാണ് ഭക്തൻ. ഇന്നവിടെ എത്തിയ ഒരു ഭക്തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. പ്രേക്ഷകർ ആദ്യം മനസ്സിൽ കരുതേണ്ടത് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവരുമാണ് ഭക്തൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയിലെ ഭക്തനാണോ ഇന്ന് അവിടെ പ്രസംഗിച്ച ഒരു ഭക്തൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഭക്തൻ്റെ വാചകം ഞാൻ പൂർണ്ണമായിട്ടും വായിക്കാം. വാചകം ഇങ്ങനെയാണ്: വാവർ തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ്, അയ്യപ്പനെ ആക്രമിച്ച് തോൽപ്പിക്കാനെത്തിയ ആളാണ്, വാവർ ചരിത്രം തെറ്റ്,
വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി. ഭക്തർക്ക് വാപുരസ്വാമിയുടെ നടയിൽ തേങ്ങയിടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. വാവരെ ശബരിമലയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്ന ഒരു ഭക്തൻ എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്വാമി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ടോ? വാവരില്ലെങ്കിൽ ശബരിമല അപൂർണമല്ലേ? ആ വാവരെ മാറ്റണമെന്ന് പറഞ്ഞ് നടത്തിയ സംഗമത്തിന് നിങ്ങൾ എന്തു പേരായിടുക? അത് അയ്യപ്പ ഭക്ത സംഗമമാണോ? അയ്യപ്പൻ്റെ സുഹൃത്തിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അത് അയ്യപ്പ സംഗമമാണോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നത് പ്രേക്ഷകർ തീരുമാനിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനും മൈത്രിയും കരുണയുള്ളവനും അഹങ്കാരരഹിതനുമായിരിക്കണം ഭക്തനെന്നാണല്ലോ. ഇനി മറ്റൊരു ഭക്തൻ അവിടെ വന്ന് പ്രസംഗം നടത്തിയ ഒരു ഭക്തൻ്റെ ഒരു വാചകം കൂടി ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. ആ ഭക്തൻ്റെ പേര് അയ്യപ്പദാസ് സ്വാമി എന്നാണ്. സ്വന്തം ജീവൻ വലിച്ചെറിഞ്ഞ് നമ്മളിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ധീര പ്രവൃത്തിയാണ് രാമക്ഷേത്രം. ഇന്നും രാഷ്ട്രീയ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും വലിയ അനീതിയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അയോധ്യ ബാബറി മസ്ജിദ് വിധിയുണ്ടല്ലോ, ആ വിധിയെ തുടർന്ന് പറയുന്ന വാചകം നോക്കൂ. അതുപോലെ ഒരു തീരുമാനം നമ്മളും കൈക്കൊള്ളണം. എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയുള്ള മാസങ്ങൾ അതിനായുള്ളതാണ്. കയ്യിലുള്ള ആയുധം കൃത്യമായി ഉപയോഗിക്കണം. ആയുധം കൃത്യമായി ഉപയോഗിക്കുക. ഇതെന്താ സംഭവം? ഇത് നടക്കുന്നത് ഭക്തസംഗമമാണോ അതോ മറ്റേതെങ്കിലും സംഗമമാണോ? ആയുധം കൃത്യമായി ഉപയോഗിക്കണം. എന്ത് ആയുധത്തെക്കുറിച്ചാണ് പറയുന്നത്? ഭക്തി എങ്ങനെയാണ് ഒരു ആയുധമായി മാറുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അയ്യപ്പസ്വാമിയോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? അതും അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത എന്താ? അയ്യപ്പസ്വാമി എന്താ പറയുന്നത്? അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരി മാത്രമല്ലല്ലോ. അയ്യപ്പസ്വാമി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അഹിംസയിലല്ലേ? ജീവജാലങ്ങളെ, ഒരു ജീവജാലത്തെ പോലും ഉപദ്രവിക്കാതെ പോകുന്ന ആളെ ഒരു സ്വാമിയല്ലേ? ആ അയ്യപ്പസ്വാമിയുടെ പേരിൽ നടത്തപ്പെടുന്ന സംഗമത്തിൽ വന്ന് ഒരു സ്വാമി പറയുകയാണ് ഒരായുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരാൾ പറയുകയാണ് കാമത്തെക്കുറിച്ചും ആർത്തിയെക്കുറിച്ചും സംസാരിക്കുകയാണ്. മറ്റൊരു ക്രോധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മറ്റൊരു ഭക്തനായി അറിയപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ്. അപ്പോൾ ആ അർത്ഥത്തിൽ തീവ്ര സംഗമമായി മാറിയ ഒരു സംഗമത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തോട് ബദൽ സംഗമം എന്ന നിലയിൽ സംഘടിപ്പിച്ച BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ യോഗമാണ് അവിടെ നടന്നത്. ആ യോഗത്തിനാവട്ടെ ചരിത്രത്തിലേറെ സമാനതകളുണ്ട്. അതുകൊണ്ട് അതൊന്നും അയ്യപ്പസ്വാമിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തർക്ക് ഗുണകരമായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം 3 വിഷയങ്ങളിലായിട്ട് നടന്ന സെമിനാറിൻ്റെ ഭാഗമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? ഇത് സർക്കാരല്ലേ കൊടുക്കേണ്ടത്. ഇതേ വിഷയങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് മാസ്റ്റർ പ്ലാനിൽ അവർ ചർച്ച ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘടിപ്പിച്ച തീവ്ര സംഗമം, ആ തീവ്ര സംഗമത്തിൽ വന്ന ആ തീവ്ര സംഗമത്തിൻ്റെ സംഘാടനത്തിൻ്റെ സവിശേഷത കൊണ്ടും തീവ്ര സംഗമത്തിലെ പങ്കാളിത്തം കൊണ്ടും തീവ്ര സംഗമത്തിലെ പ്രസംഗം കൊണ്ടും അതിൻ്റെ ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ പക്ഷം. Meet the editors.